ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതു മുതൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണം ശരിവെക്കുന്ന ചില തെളിവുകളും കാരണങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും യൂട്യൂബറുമായ ധ്രുവ് റാഠി പുറത്തുവിട്ടിട്ടുള്ളത്. പ്രധാനമായും 6 പോയിന്റുകൾ വിശദീകരിച്ചുകൊണ്ടാണ് ധ്രുവ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ശരിവെക്കുന്നത്. ധ്രുവ് പങ്കുവയ്ക്കുന്ന 6 പോയിന്റുകളെക്കുറിച്ച് പരിശോധിക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. പണം നൽകി വോട്ട് സമാഹരിച്ചു എന്നാണ് ധ്രുവ് പറയുന്ന ഒന്നാമത്തെ പോയിന്റ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് 1 കോടിയിലധികം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ തുടങ്ങാനായി 10,000 രൂപ നൽകുകയും 6 മാസത്തിന് ശേഷം 2 ലക്ഷം രൂപ കൂടി നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് വോട്ടർമാരെ സ്വാധീനിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പിന് മുൻപ് ഒക്ടോബർ 31-നും രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി നവംബർ 7-നും ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ പണം എത്തിയെന്നാണ് ധ്രുവ് പറയുന്നത്. നിയമപരമായ കൈക്കൂലിയായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. സ്ത്രീകൾക്ക് ഗുണം കിട്ടുന്ന പദ്ധതിയായതിനാൽ താൻ ഈ പദ്ധതിയെ എതിർക്കുന്നില്ലെന്നും എന്നാൽ ഇതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ധ്രുവ് പറയുന്നത്. ഈ സ്ത്രീകളെ തെരഞ്ഞെടുപ്പിന് വോളണ്ടിയർമാരായി ഉപയോഗിക്കുകയും ചെയ്തു ബീഹാറിലെ NDA മുന്നണി. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് ഈ പണം വിതരണമെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതിനാൽ തന്നെ ഈ തട്ടിപ്പിന് മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നാണ് ധ്രുവ് പറയുന്നത്. വ്യാജ വോട്ടുകളാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് തട്ടിപ്പിന്റെ രണ്ടാമത്തെ തെളിവായി ധ്രുവ് റാഠി ഉയർത്തിക്കാണിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വോട്ട് ചെയ്ത നിരവധി പേർ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തെന്നാണ് തെളിവുകൾ സഹിതം അദ്ദേഹം തുറന്നു കാട്ടുന്നത്. BJP നേതാക്കൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ചെയ്യുകയും അത് സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ ചില ഉദാഹരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറും മറ്റൊരു വെബ്സൈറ്റും ഇത്തരം നിരവധി വ്യാജ വോട്ടർമാരെ കണ്ടെത്തിയിട്ടുണ്ട്. ബീഹാറിൽ മാത്രം 14.35 ലക്ഷം വ്യാജ വോട്ടർമാരുണ്ടെന്നാണ് ഒരു വെബ്സൈറ്റ് ആധികാരികമായി കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെയും നടപടിയെടുക്കാനോ പ്രതികരിക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഇതിനെല്ലാം മറുപടി പറയേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും മൗനത്തിലാണെന്നും അദ്ദേഹം പറയുന്നു. ബീഹാറിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ NDA സർക്കാർ നടപ്പിലാക്കിയ മറ്റൊരു പദ്ധതിയായി ധ്രുവ് റാഠി കണ്ടെത്തിയിട്ടുള്ളത് ഹരിയാനയിൽ നിന്നും തെരഞ്ഞെടുപ്പ് ദിവസം ബീഹാറിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത് 4 സ്പെഷ്യൽ ട്രെയിനുകളാണ്. കപിൽ സിബൽ ഉൾപ്പെടെ ഇത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിനിൽ വന്നവരെല്ലാം യഥാർത്ഥ വോട്ടർമാരാണെങ്കിൽ എന്തിനാണ് അവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ട്രെയിനുകൾ ഏർപ്പാടാക്കിയത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇവരുടെ യാത്രാ ചെലവുകൾ ആരാണ് വഹിച്ചതെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഹരിയാനയിൽ നിന്നും ഈ ട്രെയിനിലെത്തി വോട്ട് ചെയ്തവർ വ്യാജ വോട്ടർമാരാണെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. പോളിംഗ് ബൂത്തുകളിൽ സ്ഥാപിക്കുന്ന CCTVകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മോദി സർക്കാർ നടത്തിയിട്ടുള്ള മാറ്റങ്ങളും ബീഹാർ ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് ഉപയോഗിച്ചുവെന്നാണ് ധ്രുവ് റാഠി മുന്നോട്ട് വയ്ക്കുന്ന 4ാമത്തെ പോയിന്റ്. നേരത്തെ പോളിംഗ് ബൂത്തുകളിൽ നടക്കുന്ന ഈ തട്ടിപ്പുകൾ സംബന്ധിച്ച ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകാൻ കഴിയുമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഈ ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് നൽകാനാകില്ല. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിന് ശേഷം ഈ ദൃശ്യങ്ങൾ മായ്ച്ചു കളയാനും പുതിയ നിയമം അനുവാദം നൽകുന്നു. അതിനാൽ തന്നെ നിലവിൽ ഈ ദൃശ്യങ്ങൾ സഹിതം പരാതികൾ നൽകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. SIR കാരണമാക്കി വോട്ടർ പട്ടികയിൽ വ്യാപക വെട്ടലുകൾ നടത്തിയെന്നാണ് ധ്രുവ് റാഠി കണ്ടെത്തിയ 5ാമത്തെ തെളിവ്. 2025 ജൂണിനും സെപ്റ്റംബറിനും ഇടയിലാണ് ബീഹാറിൽ SIR നടപ്പിലാക്കിയത്. SIRന്റെ പേരിൽ 47 ലക്ഷത്തോളം വോട്ടർമാരെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നവരെ കണ്ടെത്തി അവരുടെ വോട്ടുകളാണ് വെട്ടിമാറ്റിയതെന്നാണ് ധ്രുവ് റാഠി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഏറ്റവും സ്വാധീനമുള്ള സീമാഞ്ചൽ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് വോട്ട് നഷ്ടമായിരിക്കുന്നത് എന്നതിനാൽ തന്നെ ഇതൊരു ഗൂഢാലോചനയായിരുന്നു എന്ന് വ്യക്തമാണ്. പരമ്പരാഗതമായി കോൺഗ്രസിനോ RJDക്കോ എല്ലാം വോട്ട് ചെയ്യുന്ന മുസ്ലിം, ദലിത്, പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകളാണ് ഇത്തരത്തിൽ വെട്ടിമാറ്റിയതിൽ മഹാഭൂരിഭാഗവും. വോട്ട് നഷ്ടപ്പെട്ട ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ ധ്രുവ് റാഠി കാണിക്കുന്നു. ചില വോട്ടർമാർ ബൂത്തിലെത്തിയപ്പോൾ മറ്റാരോ അവരുടെ വോട്ടുകൾ ചെയ്തതായും ധ്രുവ് വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം പ്രവർത്തിച്ചത് എന്നാണ് 6ാമത്തെ കാരണമായി ധ്രുവ് പറയുന്നത്. പൂർണ്ണമായും BJPയെ സഹായിക്കുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. BJPയുടെ സൗകര്യം നോക്കിയാണ് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിൽ പോലും മോദി സർക്കാരിന്റെയും BJPയുടെയും അമിതാധികാര പ്രയോഗം കാണാമെന്നും ധ്രുവ് റാഠി പറയുന്നു. മോദി സർക്കാരിന് താൽപ്പര്യമുള്ള അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരെയാണ് കമ്മീഷനിൽ നിയമിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ മക്കൾക്ക് SIR പ്രഖ്യാപിച്ചതിന് പിന്നാലെ UPയിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിയമനം ലഭിച്ചതിനെ ഉദ്ദിഷ്ടകാര്യത്തിനുള്ള ഉപകാരസ്മരണയായി ധ്രുവ് റാഠി കാണുന്നു. ഇതിനെല്ലാം പുറമെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു കേസ് പോലും നൽകാൻ കഴിയാത്ത തരത്തിൽ BJP സർക്കാർ രാജ്യത്തെ നിയമങ്ങളെ മാറ്റിത്തീർത്തെന്നും ധ്രുവ് തന്റെ വീഡിയോയിൽ പറയുന്നു.